ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് അശ്വിനി, അതായത് പർപ്പിൾ ഹാൽസിയോൺ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് മാസം 40 ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ്. അവരെ കുറിച്ചിട്ട് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം ID അങ്ങ് ബ്ലോക്ക് ചെയ്തു, അതായത് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി അവരുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എടുത്തിരുന്നത് 30,000-ഓളം ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മാസ വരുമാനം 40 ലക്ഷം രൂപയാണ് അവരുടെ ഒരു മാസത്തെ വരുമാനം. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിൽ എന്താ കാണിക്കുന്നതെന്നുള്ളത് നമുക്കറിയാമല്ലോ. അവർ കാണിക്കുന്നതിൻ്റെ അളവ് കൂടിയത് കൊണ്ടാണല്ലോ അത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർക്ക് അത്രയും വരുമാനം കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ അഴിഞ്ഞാട്ടം അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഇൻസ്റ്റഗ്രാം ID തന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ വീണ്ടും പുതിയ ID എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ പർപ്പിൾ ഹാൽസിയോൺ 2.0 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം ID അവർ വീണ്ടും അവരുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇപ്പം തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ 27,000-ഓളം ആൾക്കാർ അവരുടെ ഫോളോവേഴ്സായി കഴിഞ്ഞു. അപ്പോൾ വരും ദിവസങ്ങളിൽ അവർ വീണ്ടും അവരുടെ സബ്സ്ക്രിപ്ഷനും പരിപാടികളൊക്കെ തുടങ്ങുന്നതാണ്. അപ്പോൾ ഇവരെത്ര കിട്ടിയാലും ഇവർ പഠിക്കത്തില്ല. ഇവർക്ക് ഇങ്ങനെ ഈ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കി അവർക്കതൊരു ഹരമായിപ്പോയി. അതായത് അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടി പോയതിന് ശേഷം ഒരു ചാനലിൽ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലവർ പറയുന്നത് അവർ നല്ല അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതായത് അവരുടെ അധ്വാനം എന്താണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അത് അവരുടെ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്ക് അറിയാം ഇവരെന്താണ് അധ്വാനിച്ച് കാണിക്കുന്നതെന്നുള്ളത്. അപ്പോൾ വീണ്ടും ഇവർ ഇതേപോലെ തന്നെ, അതായത് പഴയ രീതിയിൽ തന്നെ അവർ സബ്സ്ക്രിപ്ഷൻ വഴി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും പുതിയ ഇൻസ്റ്റാ ID അവർ തുടങ്ങി. അവർ വീണ്ടും അവരുടെ അഴിഞ്ഞാട്ട് അവർ തുടങ്ങാൻ പോവുകയാണ്. എന്തായാലും അവർ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യങ്ങൾ അവൾ പറയുന്നുണ്ട്, നമുക്കൊന്ന് കാണാം. സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഒരുപാട് മീംസും ഫണ്ണും കോമഡിയൊക്കെ ഞാൻ കണ്ടു. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ, ഇപ്പം നമ്മുടെ ജിമ്മൻ ചേട്ടന്മാർ തന്നെ, ജിം റാറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാര് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അവർ ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ, അവരുടെ മസിൽ, അവരുടെ ചെസ്റ്റ് കാണിക്കുന്നില്ലേ, അവർ തൈസ് കാണിക്കുന്നില്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ജിമ്മന്മാരുണ്ട്. അപ്പൊ അതും ചർച്ച ചെയ്യണം. ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അശ്വിനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സ്ത്രീകൾ കാണിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. എന്തുകൊണ്ട് ജിമ്മന്മാർ ചേട്ടന്മാരൊക്കെ അവരുടെ ചെസ്റ്റ് കാണിക്കുന്നു, അവരുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നു, അവർ ഷഡ്ഡി ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നു, അതിനൊന്നും കുഴപ്പമില്ലേ? ഈ സ്ത്രീകൾക്കെതിരെ മാത്രം കുറ്റം പറയുന്നവർ എന്തുകൊണ്ട് ജിമ്മൻ ചേട്ടന്മാരെ കുറിച്ച് പറയുന്നില്ല എന്നതാണ് ഇവളുടെ ഒരു വാദം. അപ്പോൾ ഇവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല, അവൾ മാന്യമായിട്ടുള്ള രീതിയിലാണ് പണം ഉണ്ടാക്കുന്നതെന്നാണ് ഇവൾ പറയുന്നത്. ഇവളിങ്ങനെ കാണിക്കുമ്പോൾ അത് കാണാനിരിക്കുന്ന കുറേ ഈ സെക്ഷൽ ഫസ്ട്രേഷൻ ആൾക്കാരുണ്ട്. ഇങ്ങനെ ഓരോ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് കണ്ടാസ്വദിക്കാനും കുറേ ഞരമ്പന്മാരുണ്ട്. അങ്ങനെയുള്ള കുറേ അലവലാദികളാണ് ഇവളുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇമാതിരി അപരാധങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവക്ക് കുഴപ്പമില്ല, ഇവൾ എന്തും കാണിക്കാൻ റെഡിയാണ്, ഇവക്ക് പൈസ കിട്ടിയാൽ മതി. എന്തായാലും ഇവളുടെ ഈ ഒരു ആക്രാന്തം കൊണ്ട് തന്നെയാണ് ഇവളുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിപ്പോയത്. എന്നിട്ട് അവൾ എന്ത് ചെയ്യുന്നു, ഇപ്പം രണ്ടാമത് പുതിയത് തുടങ്ങിയിരിക്കുകയാണ്. ശാരീരിക സൗന്ദര്യം എന്ന് പറയുന്നത് അത് മെലിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഒരു ജിമ്മായിട്ടൊരു ഫിസിക്ക് വേണം, അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ കോൺഫിഡൻസ് ആണ്, അവരുടെ ശരീരം അവർക്ക് കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടുന്നത്. ചിലപ്പോൾ ചിലർ നല്ല വണ്ണമുള്ളവർ കാണും, പക്ഷെ അവര് എക്സ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും, അത് അവരുടെ കോൺഫിഡൻസ് ആണ്. അല്ലാതെ അവർക്ക് മറ്റേ എന്തോ സെക്ഷുവലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണിക്കുന്നതല്ല. അവരത് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ശരീരം, അവര് ഇപ്പം വണ്ണം ഉണ്ടെങ്കിൽ പോലും അവർ ബിക്കിനി ഇട്ട് അവർക്ക് നടക്കാൻ അവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ നടക്കട്ടെ. കണ്ടല്ലോ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തരുടെ ഇഷ്ടവും കോൺഫിഡൻസും അല്ലേ സ്വന്തം ശരീരം എങ്ങനെ കാണിക്കണം, അല്ലെ ഏത് രീതിയിലുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളത് ഓരോരുത്തരുടെ കോൺഫിഡൻസ് അല്ലേ. ഇപ്പോൾ വണ്ണമുള്ള ഒരാൾക്ക് അവരുടെ ശരീരം പ്രദർശിപ്പിക്കുന്നതിൽ അവർക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, അവരതിൽ കോൺഫിഡൻസ് ആണ്. അങ്ങനെയുള്ളവരത് ചെയ്യട്ടെ, അല്ലെങ്കിൽ കാണിക്കട്ടെ. അത് ആർക്കാണ് പ്രശ്നം എന്നുള്ളത്, ആർക്കാണ് പ്രശ്നമുള്ളതെന്ന് ഇപ്പം മനസ്സിലായില്ലേ മോളെ നിനക്ക്? നിൻ്റെ അക്കൗണ്ട് എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയത്?
കാണിച്ചത് കൂടിപ്പോയിട്ടാണല്ലോ അക്കൗണ്ട് പൂട്ടിപ്പോയത്. എന്ത് വരുമാനമായിരുന്നു ഇവക്ക്, ലക്ഷങ്ങളായിരുന്നു മാസം വരുമാനം. എന്താ ഒരു യാതൊരുവിധ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അധ്വാനമോ ഒന്നുമില്ല. ഒരു റൂമിൽ കയറി ഇരുന്നിട്ട് ഇമ്മാതിരി ഓരോ മോഡേൺ ഡ്രസ്സിൽ വരിക, കുറച്ച് അവിടം കാണിക്കുക, കുറച്ച് ഇവിടം കാണിക്കുക, അതൊക്കെയായിരുന്നു ഇവളുടെ മെയിൻ പരിപാടി. സാരി ഉടുക്കുക, ഐസ്ക്രീം തിന്ന് കാണിക്കുക. അപ്പോൾ അതൊക്കെ കൂടിപ്പോയപ്പോഴത്തേക്കും ഇൻസ്റ്റഗ്രാം തന്നെ ഇവളുടെ അക്കൗണ്ട് അങ്ങോട്ട് പൂട്ടി. എന്നിട്ട് അതും കൊണ്ട് ഇവൾ പഠിച്ചില്ല. അവൾ വീണ്ടും പുതിയ അക്കൗണ്ട് എടുത്തുകൊണ്ട് വന്നിരിക്കുക. എന്തായാലും ഇവളുടെ ഈ അപരാധം ഇവൾ തുടരാനാണ് പരിപാടിയെങ്കിൽ തീർച്ചയായിട്ടും ഇവളുടെ അടുത്ത അക്കൗണ്ടും പൂട്ടിപ്പോകും. അതിൽ യാതൊരു സംശയമില്ല. ഇവളുടെ മാത്രമല്ല, ഇമാതിരി അപരാധം ചെയ്ത് പണം ഉണ്ടാക്കുന്ന എല്ലാ അവളുമാരുടെയും അക്കൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പൂട്ടിക്കണം എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. നീ തിരിച്ചു വന്നെ, ഞങ്ങൾ കൂലിപ്പണിക്കാർക്ക് ഞങ്ങൾക്ക് വേണം, സാധാരണക്കാർക്ക് നിന്നെ വേണം. സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ എത്ര പൈസ ഞങ്ങൾ അയച്ചാന്നറിയാം. എന്നിട്ടോ വെറുതെ ഒരു മൂഞ്ചി അവസ്ഥയായി പോയല്ലേ. ഇനി ബാലരമയൊക്കെ വായിക്കാൻ പറ്റുമോ? മോളുടെ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങൾ കൊതിക്കുക, അറിയോ? പർപ്പിള് തിരിച്ചു വരണം, വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പർപ്പിള് ഒരു അലവലാതിയുടെ സങ്കടം കണ്ടില്ലേ? പർപ്പിള് തിരിച്ചു വരണം. ഞങ്ങളൊക്കെ എത്ര പൈസ കൊടുത്തും സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ റെഡിയാണെന്ന്. ഇതുപോലുള്ള കുറേ അലവലാദികളുണ്ട്. അപരാധം കാണാൻ വേണ്ടി എത്ര പണം മുടക്കിയും ഇതൊക്കെ എടുക്കുന്ന കുറേ അലവലാദികളുണ്ട്. അവനൊക്കെ എന്താ ഇമാതിരി ഓരോ അവളുമാരും കാണിക്കുന്നത് കണ്ട് ഇങ്ങനെ ആസ്വദിക്കും. ഞരമ്പ് രോഗം പിടിച്ചവന്മാരായിരിക്കും. ഇവൻ കണ്ടല്ലോ, ഇവൻ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇമാതിരി വന്നിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇവൻ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ടും വൈറലാകാൻ വേണ്ടിയിട്ടും 4 ആൾ അറിയപ്പെടാൻ വേണ്ടിയിട്ടും കാണിക്കാവുന്ന അപരാധങ്ങൾ മൊത്തം കാണിക്കുന്ന ഒരു കഴിപ്പണം കെട്ടവനാണ് ഇവൻ എന്ന് പറയുന്നത്. ഇവൻ്റെ പേര് ഷാട്ടായം എന്നാണ് ഇവൻ്റെ പേര്. ഇവൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ റീച്ചിന് വേണ്ടിയിട്ട് കുറേ അലവലാതി പെണ്ണുങ്ങളുമായിട്ട് വന്നിട്ട് റീൽസ് ചെയ്യുക. എന്നിട്ട് ഇവൻ്റെയൊക്കെ റീൽസ് കണ്ടു കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല. അമാതിരി അപരാധ റീൽസുകളാണ് ചെയ്യുന്നത്. അവനൊക്കെ വന്നിട്ട് പറയുന്ന കേട്ടില്ലേ, പർപ്പിളി തിരിച്ചു വരണമെന്ന്. ഇവൻ അത്ര സങ്കടമാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ വീട്ടിൽ ഭാര്യ ഉണ്ടാവത്തില്ലേ? ഭാര്യയുടെ അങ്ങ് കണ്ടാൽ പോരെ. അത് പറ്റത്തില്ലല്ലോ. ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ അല്ലേ? എന്താ ഇതിനൊക്കെ പറയണ്ടേ? കണ്ടല്ലോ, അവളുടെ പിന്നാമ്പുറം നല്ല രീതിയിൽ അങ്ങോട്ട് പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നാമ്പുറോ മുന്നാമ്പുറോ ഒക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് തുറന്ന് കാണിക്കാൻ ഒരു നാണവും മാനവും ഉളുപ്പും ഇല്ലാത്തവളാണ് ഇവളൊക്കെ. കണ്ടാൽ എന്ത് മാന്യ. പക്ഷെ ഇവളുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അയ്യോ വെറുതെ അല്ലേ ഇവളുടെ അക്കൗണ്ട് പൂട്ടിപ്പോയത്. നമ്മൾ എന്താ ഇതിനെതിരെയൊക്കെ എത്ര നമ്മൾ പ്രതികരിച്ചാലും ഒരു പ്രയോജനമില്ല. പക്ഷേ ഇവളുടെ കാര്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഇവളുടെ അക്കൗണ്ട് പൂട്ടിപ്പോയെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു 80% ആൾക്കാരും സന്തോഷിച്ചു. കാരണം ഇമാതിരി അപരാധം കാണിച്ച് പണം ഉണ്ടാക്കുന്ന ഇവളുടെയൊക്കെ അക്കൗണ്ട് ഉണ്ടല്ലോ, പൂട്ടിപ്പോകുക തന്നെ വേണം. ഇനിയും ഇവളുടെ അക്കൗണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് ഇമാതിരി അപരാധങ്ങളൊക്കെ കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇനിയും ഇതുപോലെ റിപ്പോർട്ട് അടിച്ച് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ തന്നെ കണ്ടല്ലോ, അവർക്കൊക്കെ ഏത് രീതിയിലും എന്ത് കാണിക്കാനും ഒരു നാണം ഉളുപ്പില്ല. എനിക്കതല്ല സംശയം. ഇവൾക്കൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനോ ആൾക്കാരില്ല. അമ്മയും അച്ഛനും സഹോദരങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അവരൊക്കെ ഈ ഇത്രയും വരുമാനം ഇവൾക്ക് ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെയാണ് അവൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇവളുടെ കുടുംബക്കാരൊക്കെ അറിഞ്ഞിട്ടായിരിക്കുമോ? ഇപ്പം എല്ലാവർക്കും പണം മതിയല്ലോ. പണത്തിന് മുകളിൽ പരന്തും പറക്കില്ലെന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തം മകൾ ഇമാതിരി അഴിഞ്ഞാടിയാലും കുഴപ്പമില്ല, പണം കിട്ടിയാൽ മതി എന്നുള്ള ഒരു രീതിയായിരിക്കും ആൾക്കാരുടെയൊക്കെ ചിന്താഗതി. എന്താ ഇതിനൊക്കെ പറയണ്ടേ? എന്തായാലും ഇനി ഇതുപോലുള്ള അവളുമാർക്കെതിരെ തീർച്ചയായും പ്രതികരിക്കും. ഇതുപോലെ അപരാധം കാണിച്ച് പണം ഉണ്ടാക്കുന്ന എല്ലാ അവളുമാരുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടണം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ അപരാധം ചെയ്തിട്ടാണ് രേണുസുധിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറയുന്ന പർപ്പിളിനെ പോലും നമ്മളെല്ലാവരും അറിയുന്നത്. അതുകൊണ്ട് എന്താ, രേണുസുധി സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, പർപ്പിളിൻ്റെ സബ്സ്ക്രിപ്ഷൻ അടിച്ചുപോയി. ഇനിയിപ്പോൾ രേണുവിൻ്റെയും അതുപോലെ ഇതുപോലെ പണം ഉണ്ടാക്കുന്ന ഒരുപാട് അവളുമാരുണ്ട്. അവളുമാരുടെയൊക്കെ അക്കൗണ്ട് പൂട്ടുക തന്നെ ചെയ്യും.